തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. തൃപ്പാദത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സഹോദരൻ എബ്രഹാം തോമസ് തിരുവല്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുവാൻ, നിങ്ങളുടെ അടുക്കൽ വരുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിൽ ഇടുവാൻ വേണ്ടി ഒരു ദൈവവചന വേദഭാഗം ഞാൻ വായിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു വാക്ക്, നിങ്ങളുടെ ഭക്തി വ്യർത്ഥമായ ഭക്തി. ആർക്കാകുന്നു ഈ വ്യർത്ഥമായ ഭക്തി ഉള്ളത്? വായിക്കാവുന്നു, നിങ്ങളിൽ ഒരുവൻ ചിന്തിക്കുന്നത് താൻ ഭക്തൻ എന്നാകുന്നു ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പറയുന്ന വാക്കെന്താ? തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ചിന്തിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ചിന്തിക്കുകയാകുന്നു ഞാനൊരു ഭക്തനാകുന്നുവെന്ന്. അപ്പോൾ തന്നെ താൻ ചെയ്യുന്ന കാര്യം എന്താ? തന്റെ നാവിന് കടിഞ്ഞാണിടാതെ. നാവിന് കടിഞ്ഞാണിടാതെ ഇരിക്കുമ്പോൾ വായിൽ കൂടെ വരുന്ന വാക്കുകൾ, അത് ആ വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കുന്ന വാക്കുകളായി തീരാം. ഭവനത്തിലുള്ളവരാകാം, ഭാര്യ സംസാരിക്കുന്ന വാക്കിലൂടെ ഭർത്താവിന് മുറിവുണ്ടാകാം, ഭർത്താവ് സംസാരിക്കുന്ന വാക്കിലൂടെ ഭാര്യയ്ക്ക് മുറിവുണ്ടാകാം, മാതാപിതാക്കൾ സംസാരിക്കുന്ന വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് മുറിവുണ്ടാകാം, കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ കൂടെ മാതാപിതാക്കൾക്ക് മുറിവുണ്ടാകാം. പക്ഷെ ചിന്തിക്കുന്നത്, ഓരോരുത്തരും ചിന്തിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരാ, താൻ ഭക്തനെന്ന് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നില്ല? നാവിന് കടിഞ്ഞാണിടാതെ ജീവിക്കുന്നു. അങ്ങനെ കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാലും അവന്റെ ഭക്തി വ്യർത്ഥമാകുന്നു. വ്യർത്ഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? വെറുതെയാകുന്നു. ഈ ഭക്തി ശരിയായ ഭക്തിയല്ല, ഇത് വെറുതെ പറയുകയാകുന്നു, ഇത് ഭക്തനാകുന്നുവെന്ന്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭക്തി അളക്കുന്ന അളവുകോല് എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളാകുന്നു. പാല് അളക്കാൻ വേണ്ടി ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നു, പനി അളക്കാൻ വേണ്ടി തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. ഒരു വ്യക്തി ഭക്തനാകുന്നുവോ എന്നറിയാൻ വേണ്ടിയുള്ള അളവുകോൽ, ആ മീറ്റർ, അത് വചനം പറയുന്ന അനുസരിച്ച് അതെന്താകുന്നു? തന്റെ വാക്കുകൾ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്നതാകുന്നു പുറത്തു വരുന്ന വാക്കുകൾ. വാസ്തവത്തിൽ ഞാൻ ഒരാളോട് രോഷമായി സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ സംസാരം പുറത്തു വരുന്നുവെങ്കിലും ആ വ്യക്തിക്ക് ശരിയായിട്ട് അതിന്റെ ആരംഭഭാഗത്തേക്ക് നോക്കിയാൽ എന്റെ ഹൃദയമാ കാണാൻ കഴിയേണ്ടത്. എന്റെ ഹൃദയം രോഷമുള്ള ഒരു ഹൃദയമാകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ പല ആളുകളും ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് എന്റെ സ്വഭാവമല്ല, ഞാൻ അങ്ങനെയല്ല സാധാരണ സംസാരിക്കുന്നത്, ആ വ്യക്തി എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചു പോയതാകുന്നു എന്നാ പറയുന്നത്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നല്ല ഈ വാക്ക് വന്നത്. ഈ വാക്ക് വന്നത് എന്റെ ഹൃദയത്തിൽ നിന്നാ. ആ വ്യക്തി സംസാരിച്ചു എന്നുള്ളതല്ല കാരണം. എന്റെ ഹൃദയത്തിൽ നിറയുന്നത് ഇന്നതാകുന്നു എന്നുള്ളതാകുന്നു അതിന്റെ കാരണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ദൈവമേ, എന്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് പുറത്തു വരുന്ന വാക്കുകൾ അത് മോശമായ വാക്കുകളാകുന്നുവല്ലോ, ഭക്തിയെ വെളിപ്പെടുത്തുന്ന വാക്കുകളല്ലല്ലോ, ഒരു വിശുദ്ധന് യോജിക്കുന്ന വാക്കുകളല്ലല്ലോ. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ കുറവുകളുണ്ട്. എന്റെ ഹൃദയത്തിന് മാറ്റം വരണം, എന്റെ ഹൃദയത്തിന് രൂപാന്തരം വരണം. ഇന്ന് രാവിലെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ എന്റെ കേൾവിക്കാർക്ക് മനസ്സുണ്ടോ? കർത്താവേ, എന്റെ ന്യൂനത ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും വീട്ടിനുള്ളിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അസ്വസ്ഥത ഉളവാക്കുന്നു. അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണല്ലോ. എന്റെ ഹൃദയത്തെ മാറ്റണമേ, എന്റെ വീടിനെ നന്നാക്കാൻ വേണ്ടി എന്നെ അവിടെ നന്നാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ക്രിസ്തു സംസാരിച്ചതുപോലെയുള്ള ലാവണ്യ വാക്കുകൾ സംസാരിപ്പാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. സദൃശ്യവാക്യം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ
നമ്മുടെ വാക്കുകളോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം നമുക്ക് കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്ട്രെയിഞ്ച് വുമൺ എന്നാണ് ഇംഗ്ലീഷ് വാക്ക് പറയുന്ന വാക്ക്. അന്യസ്ത്രീ, പരസ്ത്രീ എന്നൊരു വാക്കാ പറയുന്നത്. പരസ്ത്രീയുടെ നാവിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. അണ്ണാക്കിൽ കൂടെ വരുന്ന, വായിൽ കൂടെ വരുന്ന തേൻ പോലെ വരുന്ന വാക്കുകൾ, എണ്ണ പോലെ മൃദുവായ വാക്കുകൾ, സോഫ്റ്റ് വാക്കുകൾ, സ്വീഫ്റ്റ് വാക്കുകൾ, ഈ വാക്കുകളാകുന്നു എന്നിൽ നിന്ന് വരേണ്ടത്. ഇത് ഞാൻ ബഹുമാനം കൊടുക്കുന്ന പുറത്തുള്ളവരോട് ഒരാൾ സംസാരിക്കുമെന്നാ പറഞ്ഞത്. ഒരു പരസ്ത്രീ, ആ പരസ്ത്രീ എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യ അല്ലാത്ത ഒരു വ്യക്തി വേറൊരാളോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനം കലർന്ന് ഈ സ്വഭാവത്തിൽ സംസാരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ആ വാക്കുകൾ നമ്മുടെ ഭവനത്തിലായാലോ നമ്മുടെ ഭവനം നമുക്ക് പണിയാനായിട്ട് സാധിക്കും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനം പണിയുവാൻ തക്കവണ്ണം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ, ക്രിസ്തു ശൈലിയിലുള്ള വാക്കുകൾ, ക്രിസ്തു ആദരിക്കപ്പെടുന്ന വാക്കുകൾ, ക്രിസ്തു നിയന്ത്രണത്തിലുള്ള വാക്കുകൾ നമുക്ക് സംസാരിക്കാം. നമ്മുടെ പകൽക്കാലമുള്ള ജീവിതം ഏറ്റവും ധന്യമാക്കി തീർക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് സ്വർഗീയ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗത്തിന്റെ വിത്ത് ക്രിസ്ത്യൻ സുവിശേഷം